മനുഷ്യർക്കൊപ്പം എന്ന ആശയത്തോടെ കേരളയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദും ബദർ ഉസ്താദ് തങ്ങൾ ഉസ്താദും പേരോട് ഉസ്താദും നയിക്കുന്ന ഈ യാത്രയുടെ സൗന്ദര്യം ഓരോ വേദികളിലും മുഴങ്ങിക്കേൾക്കുന്ന സ്വീകരണ ഗാനങ്ങളിലും ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത തീം സോങ്ങിലും നമ്മൾ ഏറെ കണ്ടതാണ്. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ആ ഗാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളാണ്. നമുക്ക് അവരോട് തന്നെ അവരുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മാഷാ അല്ലാഹ്, അതിയായ സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചു എന്നതിൽ ഉസ്താദുമാരൊക്കെ ദുആ കൊണ്ട്. സത്യത്തിൽ ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഇതിനൊക്കെ പറ്റിയ നല്ല രൂപത്തിലുള്ള വരികളൊക്കെ വരിക എന്നുള്ളത് തന്നെ നമ്മൾ അപ്രതീക്ഷിതമായി വരുന്നതാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ വിളി ആശങ്കയോടുകൂടെയാണ് ഏറ്റെടുത്തതെങ്കിലും അത് അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയെന്നതിൽ വലിയ സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് ഓരോ വേദികളിലും സ്വീകരണ ഗാനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പം അല്ലെങ്കിൽ എന്താണ് തോന്നുന്നത് ഈ ഒരു അവസരത്തിനകത്ത്? ഉസ്താദ് പറഞ്ഞ പോലെ ഇത് ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഈ ഒരു രൂപത്തിൽ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. ആദ്യത്തെ വേദിയിൽ ഇത് പാടിക്കഴിഞ്ഞപ്പോഴാണ് ഇത് മാഷാ അല്ലാഹ് ആൾക്കാർ ഏറ്റെടുത്തു എന്നുള്ള ഒരു സന്തോഷം വരുന്നതും ഭയങ്കര ഒരു റാഹത്ത് വന്നു. ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാരുടെയും ഒക്കെ ദുആ കൊണ്ടും ആശീർവാദം കൊണ്ടും ഒക്കെ ഒരു സന്തോഷം കിട്ടിയതാണത്. മാഷാ അല്ലാഹ്. സ്വീകരണ ഗാനങ്ങൾ പോലെ തന്നെ ആളുകൾ ഏറ്റവും ശ്രദ്ധിച്ച ഒരു ഗാനമാണ് നമ്മുടെ തീം സോങ്. ഇത് പാടിയത് അസദാണ്. അതിൻ്റെ ഒരു ഇതിനെ പറ്റി SSFൻ്റെ തന്നെ 1-2 തീം സോങ് ഇതിൻ്റെ മുന്നേ പാടിയിരുന്നു. പക്ഷേ ഈ ചരിത്രത്തിൽ ഇടം പിടിക്കണ ഈ ഒരു കേരളത്തിൻ്റെ സോങ് പാടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല നാൾ മണ്ണിനായി കരുതും ചിരിവിരിയാൻ ചില്ലുത്താർ വിണ്ണിനാൾ കിനിയും തെളിവരയാൻ തിരമാല പോലെ പടരാനായി നെറിനാരു വേറുവിടരാനായി പുതുപുലരികളെ നിറനിനവുകളെ കരിപുരളാതിടുവാനേ ചതിപ്പകലുകളെ കൊതിച്ചിതലുകളെ സതുമതിലായിടുവാനേ നന്മഴകായി വെൺമുകിലായി കേരളയാത്ര ഇതാ നന്മഴകായി വെൺമുകിലായി കേരളയാത്ര ഇതാ. ഏറ്റെടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും സത്യം പറഞ്ഞാൽ വരികളൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ മുന്നേരായ ബദർ ഉസ്താദ് തങ്ങൾ ഉസ്താദിന് വിളിച്ചു, ഇങ്ങനൊരു സാധനം ഏറ്റെടുത്തിട്ടുണ്ട്, നല്ല വരികളൊക്കെ മനസ്സിൽ വരാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉസ്താദ് ഒരുപാട് ദുആ ചെയ്ത് തന്നു. അന്ന് തന്നെ അത് എഴുതി പൂർത്തിയാക്കാൻ പറ്റി. ഞാനും മുബഷിർ അതിനും കൂടെ ഇരുന്ന് എഴുതി പൂർത്തിയാക്കി അന്ന് തന്നെ ട്യൂൺ ചെയ്ത് എല്ലാവരും പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനുണ്ടായത്. അൽഹംദുലില്ലാഹ്. നല്ലൊരു പീക്ക് സമയത്താണ് നമ്മളിത് പാടുന്നത്. അപ്പോൾ ആളുകളടുത്തു നിന്നുള്ള ആ ഒരു അവരടുത്തു നിന്നുള്ള ഒരു എന്താ പറയുക, അവർ സദസ്സിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഭാഗ്യം നിങ്ങൾക്കാണ്. കാരണം പാട്ടുപാടി ഉസ്താദിനെ വരവേൽക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്. ഞാൻ അതുകൊണ്ടാണ് പീക്ക് സമയം എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ കൂടെ പാടാനുള്ള 2 ആളുകളുണ്ട്. നമ്മളെ ഷബീർ അലി അദനി, അതുപോലെ മുർഷിദ് അലി ഇളയൂർ എന്ന് പറഞ്ഞ ഞങ്ങളൊരു സുഹൃത്തുണ്ട്. ഞങ്ങൾ 4 ആളുകളാണ് ഇത് പാടുന്നത്. അതുപോലെ ഇദ്ദേഹമാണ് ഇതിന് താളം കൊടുക്കുന്നത്, മുഫദ്ദൽ അദനി. അപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല ഒരു വലിയ ഭാഗ്യം കിട്ടിയതുപോലെയാണ്. ഇതിപ്പോൾ ഉസ്താദ് ഞങ്ങൾ 2 ആളും ഇരുന്ന് എഴുതിയെന്നൊക്കെ ഉസ്താദ് പറയണേ. ഉസ്താദാണ് പുള്ളി എഴുതിയതും, നമ്മൾ ജസ്റ്റ് ഇരുന്ന് കൊടുത്തിട്ടുള്ളൂ. മാഷാ അല്ലാഹ്. കാമുലരാഗതമായി സുൽത്താനിതവരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ സുന്ദര സൗഹൃദ മന്ത്രമതോതും കാന്തപുരം താരം ബന്ധുര നൂതന ചിന്തകളുള്ളൊരു ബദറു സമാനവര് സുന്ദര സൗഹൃദ മന്ത്രമതോതും കാന്തപുരം താരം ബന്ധുര നൂതന ചിന്തകളുള്ളൊരു ബദറു സമാനവര് കാലം കനിഞ്ഞൊരു താരകങ്ങൾ വന്നൊന്നിരുന്നാലും കാതൽ നിറഞ്ഞ കലാമുകൾ നിറയെ പൊഴിച്ചാലും കാലം കനിഞ്ഞൊരു താരകങ്ങൾ വന്നൊന്നിരുന്നാലും കാതൽ നിറഞ്ഞ കലാമുകൾ നിറയെ പൊഴിച്ചാലും സിന്ദാബാദ് സിന്ദാബാദ് കേരളയാത്ര സിന്ദാബാദ് 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 കേരളയാത്ര സിന്ദാബാദ്.